Greetings everyone. Today we'll be looking forward to a theory based on forgetting. Probably ഇതിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ തിയറിൻ്റെ പേരെന്ന് പറയുന്നത് ഫൊഗെറ്റിംഗ് കർവ് എന്നാണ്. എബിംഗസ് ആണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. അപ്പം ദിസ് ഇസ് ഓൾസോ ബേസ്ഡ് ഓൺ ലേണിംഗ്. മെമ്മറി മാത്രമല്ല, ലേണിങ്ങും മെമ്മറിയും തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. സോ ഹെർമൻ എബിംഗസ് മെമ്മറിയിലും ലേണിങ്ങിലുമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. So he was born on 1850 and he was a German psychologist. So he was the first to develop experimental study on memory. Okay, മെമ്മറീനെ ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിലേക്ക് സ്റ്റഡി ചെയ്ത ഒരാളായിരുന്നു എബിംഗസ് എന്ന് പറയുന്നത്. സോ ഹി വാസ് നോൺ ഫോർ ദിസ് ഫൊഗെറ്റിംഗ് കർവ് ഓൾസോ. ആൻഡ് വേറെ ഒരു പുള്ളിയുടെ ഒരു എക്സ്പെരിമെൻ്റാണ് സ്പേസിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് he also proposed learning curve. He was the first psychologist to conduct experimental research into human memory. അപ്പം നമുക്ക് പറയാം, ഒരു ഹ്യൂമൻ മെമ്മറിയുടെ എക്സ്പെരിമെൻ്റൽ ലെവലിലേക്ക് ആദ്യം കൊണ്ടുവന്ന സൈക്കോളജിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ യു ഷുഡ് റിമെമ്പർ ദ നെയിം എബിംഗസ്. ഓക്കെ, എബിംഗസ് ആണ് ഫൊഗെറ്റിംഗ് കർവ് കൊണ്ടുവന്നത്. ഇത് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ആക്ച്വലി എ ഡിസ്ക്രിപ്ഷൻ ഓൺ ഹൗ വി ലൂസ് ദി എബിലിറ്റി ടു റീറ്റെയിൻ മെമ്മറി ഓവർ ടൈം. ഓക്കെ, സമയം കൂടുന്തോറും നമ്മുടെ മെമ്മറി കുറയുന്നു എന്നുള്ളതാണ് ഫൊഗെറ്റിംഗ് കർവ് പറയുന്നത്. ഓക്കെ, വിച്ച് ഇസ് ആക്ച്വലി മേക്ക് സെൻസ്. സോ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ ലെവലിൽ പുള്ളി അതിനെ സ്റ്റഡി ചെയ്തു. വി ആർ ഗോയിങ് ടു ലുക്ക് ക്ലോസ്ലി ഓൺ ദാറ്റ്. സോ വി നോ ദറ്റ് ആസ് ഹ്യൂമൻസ് നമുക്ക് ലേൺഡ് നോളജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ സമയം കൂടുന്തോറും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം അല്ലെങ്കിൽ കുറച്ച് വീക്ക് കഴിയുമ്പോഴായിരിക്കും. ഈ ലേൺഡ് നോളജ് എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യണം, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഓരോ ടൈമിലും നമ്മൾ റിവ്യൂ ചെയ്തില്ലെങ്കിൽ നമ്മൾ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഹിസ് വർക്ക്, എബിംഗസിൻ്റെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് മെമ്മറിയുടെ ഒരു ഫങ്ഷനായിട്ട് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം, ഒരു മോഡലായിട്ട് ഇതിനെ പറയാം. കൂടുതലും ഇതിന് ഒരു ബിഹേവിയർസ് തിയറി ആയിട്ടാണ് നമുക്കിതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് ദിസ് ഇൻക്ലൂഡ് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, റിന്യൂ ചെയ്താലേ നമുക്ക് മെമ്മറി ഉണ്ടാവൂ എന്നുള്ളത് പറയുമ്പോൾ ആക്ച്വലി ഇവിടെ മീൻ ചെയ്യുന്നത് ഒരു പ്രാക്ടീസ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾസ് ആണ്, അല്ലേ? നമ്മുടെ ആക്ഷൻസിലൂടെ, ബിഹേവിയറിലൂടെ നമ്മളതിനെ മെമ്മറൈസ് ചെയ്യുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ വി ക്യാൻ ടെൽ ഇറ്റ് ഈസ് ആസ് എ ബിഹേവിയർസ് തിയറി. സോ എന്താണ് ഫൊഗെറ്റിംഗ് കർവ് എന്ന് ചോദിക്കുമ്പം വി ക്യാൻ സേ ദാറ്റ് an interesting theory where we can come to know how much we retain or remember after we learn something new. എത്രത്തോളം ശതമാനം കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് ഇത്രയും സമയത്തിനുള്ളിൽ എന്നുള്ളതാണ് ഓക്കെ ഫൊഗെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. ഐ എം ഓൺ സ്റ്റീപ്പ് ലേണിംഗ് കർവ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എനിക്കിനി ഒരുപാട് പഠിക്കാനുണ്ട് ആൻഡ് ദിസ് ഇസ് സോ ഡിഫിക്കൾട്ട്. ഇത് നമ്മളെല്ലാവരും നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട്. എക്സാമിൻ്റെ തലേന്നായിരിക്കും മിക്കവാറും വരാറ്. ഓക്കെ, ഇതിനാണ് സ്റ്റീപ്പ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് there is so much to learn and not enough time to learn it. ഓക്കെ, സമയമില്ല, ഒരുപാട് പഠിക്കാനുണ്ട്, പഠിക്കാൻ പറ്റായികയല്ല, പക്ഷെ സമയമില്ല എന്നുള്ളൊരു സീൻ. സോ വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ടൈം ആൻഡ് ലേണിംഗ് കർവ് is also a term derived from the works on memory and recall of Herman Ebbinghaus. So ലേണിംഗ് കർവ് എന്നുള്ളതും മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ളൊരു തിയറിയാണ്. ആൻഡ് that is also a work of Herman Ebbinghaus. So Ebbinghaus was interested in to know why when we learn new information it tends to fade away over the period of time. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സമയം കൂടുന്തോറും ഇൻഫർമേഷൻസ് പോകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, അതിനാണ് പുള്ളി ഫൊഗെറ്റിംഗ് കർവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാഫൊക്കെ ആക്കി മാപ്പ് ചെയ്തത്. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് ടു ഡിസ്കവർ ആൻഡ് ഹീ ഡിസ്കവേർഡ് ദാറ്റ് ലേണിംഗ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ റിഹേഴ്സ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ വെച്ച് അതിനെ റിഹേഴ്സ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് സാധാരണ ഉണ്ടാകുന്നതിലും കുറവും മറവിയും ഫൊഗെറ്റിങ്ങും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഹി ഡിസ്കവർ. ആൻഡ് അതിനിടയിൽ ഹി ടേംഡ് എ ഫിനോമിന കോൾഡ് സ്പേസിങ് എഫക്റ്റ്. ഓക്കെ, ഹി റിയലൈസ് ദാറ്റ് or rather found that there is a spacing effect which influence how much we can recall over a period of time. സോ സ്പേസിങ് എഫക്റ്റ് എന്താണ്? സ്പേസിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഓക്കെ എത്രത്തോളം ഇൻഫർമേഷൻസ് നമ്മൾ റീകോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സ്പേസിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ്
അതിനെ ബേസ് ചെയ്തിട്ട് ഹി ഓൾസോ ഫൗണ്ട് ഔട്ട് ദാറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് റിഹേഴ്സ് ചെയ്യുകയാണ്, ഓക്കെ, റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മെമ്മറീന് റീകോളിന് കൂടുതലായിട്ട് സഹായിക്കും. ഓക്കെ, അതേസമയം ഇൻഫർമേഷൻസ് ഒരു തവണ മാത്രം റീകോൾ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സെയിം എമൗണ്ട് ഓഫ് ടൈമിൽ ഒരു തവണ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിനുള്ള റീകോളിംഗ് കപ്പാസിറ്റി കുറഞ്ഞു ദാൻ വോട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തതിലും നമ്മൾ ഒരു തവണ ഇൻഫർമേഷൻസ് കൊടുത്തത് വാസ് ലെസ്. സോ ഈ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തിട്ട് ഹീ പ്രൊഡ്യൂസ്ഡ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓൺ എ ഗ്രാഫ്. ഓക്കെ, ലേണിംഗ് കർവ് എന്ന് പറഞ്ഞ് ഒരു ഗ്രാഫ് ഉണ്ടാക്കി. ആൻഡ് ഇഫ് ദ ലേണിംഗ് കർവ് ഇസ് സ്റ്റീപ്പ് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ക്വിക്ക് അക്യുമുലേഷൻ ഓഫ് നോളജ്. ഒരു പെട്ടെന്നുള്ളൊരു ഡിഫറൻസ് ലേണിംഗ് കർവിൽ കാണിക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ഒരുപാട് നമ്മൾ നോളജ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ റാപ്പിഡായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ട്, ആൻഡ് റീകോളിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ആക്ച്വലി ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയാം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിലും സിൻസ് വി നോ ദർ ഇസ് എ തിങ് കോൾഡ് പ്രൈമസി റീസൻസി എഫക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു പാഠം പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും ഓർത്തിരിക്കുക. ഓക്കെ, അതിനാണ് പ്രൈമസി റീസൻസി എഫക്റ്റ് എന്ന് പറയുന്നത്. പ്രൈമസി ഈസ് ദ ഫസ്റ്റ് പാർട്ട് ആൻഡ് ദ റീസൻസി ഈസ് ദ സെക്കൻഡ് പാർട്ട്. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ദെയർ ഷോൺ ഇൻ എ ഫൊഗെറ്റിംഗ് കർവ്. ഫൊഗെറ്റിംഗ് കർവിൽ ഇങ്ങനെ സ്റ്റീപ്പായിട്ട് ഇങ്ങനെ ആദ്യം മേളിൽ നിന്ന് വരും, എന്നിട്ട് അത് താഴോട്ട് പോകും, എന്നിട്ട് അത് മുകളിലോട്ട് പോകും. അപ്പോൾ അത് കാണിക്കുന്നത് ഈ ഒരു പ്രൈമസി റീസൻസി എഫക്റ്റ് തന്നെയാണ്. ആദ്യം പഠിച്ചത് ഓർമ്മയുണ്ടാവും, അവസാനം പഠിച്ചത് ഓർമ്മയുണ്ടാവും. നടുക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആൻഡ് വി കൻ സീ റീസൻസിൻ്റെ മീനിങ് കാണിക്കുന്നുണ്ട് അവിടെ. പ്രോപ്പർട്ടി ഓഫ് ഹാവിങ് ഹാപ്പൻഡ് ഓർ അപ്പിയർഡ് നോട്ട് ലോങ് എഗോ. ഓക്കെ, അപ്പം എബിംഗസ് ഇതിന് കുറച്ച് സ്റ്റെപ്സും പറഞ്ഞു തന്നു, ഇതിനെങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാം. അപ്പം ഫസ്റ്റ് തിങ് ടു ഡൂ ഇസ്, നമ്മൾ ഒരു കോൺസെപ്റ്റ് പറയുമ്പം ആദ്യമായിട്ട് ഒരു ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പം, അല്ലെങ്കിൽ ടീച്ചിങ്ങിലാണെങ്കിലും അതെ നമ്മൾ സ്വന്തമായിട്ടിരുന്ന് പഠിക്കുമ്പോഴും അത് ആദ്യം പ്രസൻറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഒന്നുകൂടെ അവസാനമായിട്ട് ലെസൺ കഴിയുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു മെത്തഡാണ്, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കണ്ടൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെഗുലർ റിവിഷൻ നടത്തുവാണെങ്കിൽ, ഓരോ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ നടത്തുവാണെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്കത് റീകോൾ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി റിഹേഴ്സൽ ഇസ് ക്യാൻ ഹെൽപ്പ് ആൻഡ് സ്ട്രെങ്തൻ ദെയർ റീകോൾ എന്ന് പറയുന്നുണ്ട്. സോ ആസ് എ സൈക്കോളജി സ്റ്റുഡൻറ്റ്സ് വി ക്യാൻ യൂസ് ദിസ് തിയറി ടു ബിൽഡ് and apply this for our exams and when we learn for exams and even in the future when we do something work ഒക്കെ ചെയ്യുമ്പം this actually can be taken into consideration. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ, ഓക്കെ, ടു റിവൈസ് കണ്ടൻറ്റ് ഓൺ റെഗുലർ ഇൻ്റർവെൽസ്. ഓക്കെ, ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്ന് ഒരു ഇൻഫർമേഷൻ പഠിക്കുന്നതിലും ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ കുറച്ച് കുറച്ച് വെച്ച് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് റീകോളിന് സഹായിക്കുന്നത്. ഇനി ഫൊഗെറ്റിങ്ങിന് പല ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് പറയാം, ഇപ്പം ഒരു ഇൻഫർമേഷൻ തരുന്നതിൻ്റെ മീനിങ്ഫുൾനെസ് ഒരു ഫൊഗെറ്റിങ്ങിന് ബാധിക്കുന്നുണ്ട്. എത്രത്തോളം മീനിങ് ഉള്ള കണ്ടൻറ്റാണ്, നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുന്നതൊക്കെ കേട്ടിട്ടില്ല, അങ്ങനെ അത് ഒരു ചാൻസാണ്. അല്ലെങ്കിൽ എങ്ങനെ ആ കണ്ടൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളത്, ഹൗ ഇസ് ഇറ്റ് റെപ്രസെൻറ്റഡ്. പിന്നെ അതുപോലെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ലൈഫിലുണ്ടാകുന്ന സ്ട്രെസ്, സ്ലീപ്പ് ആൻഡ് റേറ്റ് ഓഫ് ഫൊഗെറ്റിംഗ്. ഇതിനെല്ലാം ഒരു എന്താ പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാവരുടെ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ ഫൊഗെറ്റിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഹെർമൻ എബിംഗസ് അവിടെ നിർത്തിയില്ല. He said the difference in memory performance between two different people can be explained by mnemonic. Mnemonic എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് വഴി നമുക്ക് പറയാം, ഒരു രണ്ടാൾക്കാരുടെ മെമ്മറി മെമ്മറി പെർഫോമൻസ് നമുക്ക് അളക്കാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് mnemonic എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ എയ്ഡിങ് ഓർ ഡിസൈൻ ടു എയ്ഡ് ദ മെമ്മറി. ഓക്കെ, അതൊരു നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷണൽ സ്കില്ലാണ് mnemonic എന്ന് പറഞ്ഞത്. ഓക്കെ, യൂസിങ് ഓഫ് mnemonics ആൻഡ് അത് നമ്മളെ കൂടുതൽ മെമ്മറൈസ് ചെയ്യാൻ സഹായിക്കും. സോ എബിംഗസ് എന്ത് ചെയ്തു, എബിംഗസ് നമുക്ക് ഹി വാണ്ടഡ് ടു നോ ഹൗ മെമ്മറി വർക്ക്. സോ ഹി മെമ്മറൈസ്ഡ് നോൺസെൻസ് സിലബസ്. ഓക്കെ, മീനിങ് ഒന്നും ഇല്ലാത്ത സിലബസ് വേർഡ്സിനെയാണ് നോൺസെൻസ് സിലബിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനെ പുള്ളി മെമ്മറൈസ് ചെയ്തു. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ വിഡ് സോഫ് എന്ന് പറഞ്ഞ രണ്ട് വാക്കുകൾ, ഇതിന് മീനിങ് ഇല്ല. ആൻഡ് ദെൻ ഹി ടെസ്റ്റഡ് ഹിംസെൽഫ്. ഓക്കെ, സ്വയം അത് റിമെമ്പർ ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് പല ഡിഫറെൻറ്റ് സമയത്ത്
he tried to remember it, and the result was somewhat like this. This is the average result across multiple experiment. So അതിൻ്റെ y ആക്സിസിൽ നമുക്ക് കാണാം, that is the amount of informations, and അതിൻ്റെ x ആക്സിസിൽ ലാപ്സിങ് ടൈമാണ്. ഓക്കെ, എത്ര സമയമെടുത്തു ലേണിംഗ് എന്നുള്ളത്, ആൻഡ് ആ ഒരു ഗ്യാപ്പാണ് കാണിക്കുന്നത്. ആ ഇൻ്റർവൽ ഓഫ് ടൈമാണ് ഇടയ്ക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് ഗ്രാഫിൻ്റെ ഉള്ളിൽ. ഇമ്മീഡിയറ്റ് റീകോളാണ്. ആദ്യം പഠിച്ചപ്പം 100% ഓർമ്മിച്ചു. പിന്നെ അത് 19 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ 20 മിനിറ്റ്സ് ഏകദേശം 60% ആയി. പിന്നെ 63 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് 40%. and then it became it's shortening to less amount of percentages. and 31st day ആയപ്പോഴത്തേക്കും look at the difference. so this is actually forgetting curve. we can say നമുക്ക് 100% കാര്യങ്ങൾ നമുക്ക് ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവും. അതിനാണ് ഇമ്മീഡിയറ്റ് റീകോൾ എന്ന് പറയുന്നത്. 100% of the things will be there in our mind. so after 20 minutes it become 58%. after an hour it becomes 44%. after 9 hours it become 36, 1, 33, 2, 28, 6, 25%. and look at this, and after 21 days it become 31%. so forgetting curve and spacing effect ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1ാമത്തെ ദിവസം നിങ്ങളൊക്കെ കുറച്ചൊക്കെ ഓർത്തിരിക്കും. പക്ഷേ 6ാമത്തെ ദിവസം എത്തുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി പോയിട്ട് 1/4 ഭാഗം പോലും ഓർത്തിരിക്കില്ല. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇത് തന്നെ നമ്മൾ 7ാമത്തെ ദിവസം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എത്രത്തോളം കാര്യങ്ങൾ ഓർത്തിരിക്കും. ഓക്കെ, ആഫ്റ്റർ 6 days നമ്മൾ ഇതുവരെ ഒന്നും തൊട്ട് നോക്കാതെ 7ാമത്തെ ദിവസം നമ്മൾ പോയി ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം റീകോൾ ചെയ്യും. ഇതാണ് എബിംഗസ് പിന്നെ ചോദിച്ചത്. ആൻഡ് അതാണ് ഹിസ് സെക്കൻഡ് ഗ്രാഫ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് ദ റിസൾട്ട് വാസ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വീക്ക്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ പുസ്തകം വായിച്ചത്. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിലെ മൺഡേ പുസ്തകം വായിച്ചു. എന്നിട്ട് നമ്മളത് തൊട്ട് നോക്കിയില്ല 6 ദിവസം. 7ാമത്തെ ദിവസം നമ്മൾ നെക്സ്റ്റ് മൺഡേ, അതായത് ഇന്ന് മൺഡേ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വായിക്കുകയാണ്. ഓക്കെ, എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് എൻഡ് ഓഫ് ദ വീക്കിൽ വായിക്കുമ്പം 80% കാര്യങ്ങളും ഓർത്തിരിക്കും. ഓക്കെ, പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചപ്പോൾ ഈ 80% കാര്യങ്ങൾ നമ്മൾ മറന്നുപോയി. പക്ഷേ പിന്നെ നമ്മൾ നെക്സ്റ്റ് വീക്ക് വായിച്ചിട്ട് അതിൻ്റെ അവസാനം നോക്കിയപ്പോൾ നമുക്ക് 80% കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്. which when compared and according to the first graph is almost the same amount that you would have forgotten. ഇത്ര എമൗണ്ട് തന്നെയായിരുന്നു നമ്മൾ forget ചെയ്തിരുന്നതിനെ. ഓക്കെ, ആൻഡ് this is what he found out by his second graph. and see the amount of forgettingൻ്റെ ഡിഫറൻസ് നോക്കുക. ഈ ഗ്രാഫിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ forgetting curve എത്രത്തോളം എഫക്റ്റീവാണെന്ന് നോക്കുക. ഇതും അതുപോലെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. നമ്മുടെ വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഓഫ് ലേണിംഗ് ഉണ്ട്, എക്സ് ആക്സിസിൽ ടൈം ഉണ്ട്. ആൻഡ് ഇവിടെ താഴെ എക്സ് ആക്സിസിൽ ഫസ്റ്റ് 18 മിനിറ്റ്സിൽ കാണിക്കുന്നത് നമ്മൾ റെപ്പിറ്റേഷനാണ്. ഓക്കെ, 18 മിനിറ്റിൽ നമ്മൾ റെപ്പിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം തിരിച്ച് കാര്യങ്ങൾ റീകോൾ ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് ആ മുകളിലോട്ട് പോകുന്നത് കാണിക്കുന്നത്. എന്നിട്ട് 1 day, എന്നിട്ട് അത് 7 ദിവസം, പിന്നെ 31 ദിവസം, 3 മാസം. നമ്മളെ ഈ ഒരു ടൈം ഇൻ്റർവെൽ, ഒരു റെഗുലർ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ റെപ്പിറ്റേറ്റ് ചെയ്യുകയാണ്. എത്രത്തോളം കണ്ടന്റ് നമ്മൾ പഠിച്ചിട്ട് റെപ്പിറ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 മാസം ആകുമ്പോഴത്തേക്കും നിയർ ടു 100% നമുക്ക് പഠിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഓർത്തിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് എബിംഗസ് ഫൗണ്ട് ഔട്ട് ദറ്റ് ദിസ് forgetting curve is exponential in nature. എന്താണ് അതിൻ്റെ അർത്ഥം? forgetting curveനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ പഠിച്ചതെല്ലാം പെട്ടെന്ന് മറക്കാനുള്ള ചാൻസ് ഉണ്ട്. റാപ്പിഡായിട്ടുള്ള forgettingന് ചാൻസ് ഉണ്ട്. ആൻഡ് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ forgettingന് സ്ലോവർ റേറ്റ് ആയിരിക്കും.
പിന്നെ ആ ഒരു സ്പീഡ് റാപ്പിഡായിട്ടുള്ള ഫൊഗറ്റിംഗ് ഉണ്ടാവില്ല. പിന്നെ പയ്യെ ആയിരിക്കും ഫൊഗറ്റിംഗ് നടക്കുന്നത്. ഓക്കെ. ആൻഡ് മെമ്മറി റിറ്റൻഷൻ 100% ആയിരിക്കും നമ്മൾ പഠിച്ച ഉടനെ. ആൻഡ് ഇപ്പം പിന്നെ സംഭവിക്കുന്നത് 40% ആയിട്ടത് കുറയുമെന്നാണ് പറയുന്നത് കുറച്ച് ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ അത് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ മറക്കും എന്നുള്ളത്. ഓക്കെ. പക്ഷെ പിന്നീട് ആ 40% കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും നമ്മുടെ മെമ്മറി കുറഞ്ഞു വരുന്നത്. ദർ ഇസ് എൻ ഫോർമുല റിലേറ്റഡ് ടു ദിസ് ഫൊഗറ്റിംഗ് കർവ്. ഓക്കെ. അപ്പോൾ നമുക്ക് പറയാം R = E - T/S. E എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പൊണൻഷ്യൽ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് E. R എന്ന് പറയുന്നത് മെമ്മറി റിറ്റൻഷൻ അറിയാനുള്ള ഫോർമുലയാണിത്. ആൻഡ് S is referred to relative strength of memory and T is referred to time. ഓക്കെ. അപ്പം നമുക്ക് ഒരാളുടെ മെമ്മറി റിറ്റൻഷൻ കപ്പാസിറ്റി അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പൊണൻഷ്യലിനെ സബ്ട്രാക്ട് ചെയ്യണം ഫ്രം ദ ടൈം ഡിവൈഡഡ് ബൈ the strength of memory. So this is the mathematical formula that describes our memory retention. ഓക്കെ. അപ്പം നമ്മൾ ഇപ്പം ഒരു ക്ലാസ് കഴിഞ്ഞു ആൻഡ് നിങ്ങളിത് എക്സാമിന് മുമ്പ് ഒന്നുകൂടെ നോക്കുകയാണ്, നോട്ട്സൊക്കെ എഴുതി ഒന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 90% ഓഫ് ദ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ തലയിൽ എക്സാമിന് മുമ്പ് നിലനിർത്താം. കീപ് ദാറ്റ് ഇൻ മൈൻഡ് until we meet next. And yeah, if you have any doubt, ask me. This is all about the forgetting curve. Thank you.